ഇതെന്താ? മക്ക. മാഷാ അല്ലാ. ഇതോ? മദീന. മാഷാ അല്ലാ. ഇതെന്താ? ലൈറ്റ്. ഇതോ? ക്ലോക്ക്. ഇതോ? ടങ്ക്. ഇതെന്താ? ഇതെന്താ? ട്രക്ക്. ഗോട്ട്. ഇതാരാ? ഇതോ? ഇതാരാ? ആരാത്? ഇത് എൻ്റെ മകൾ ഹവ്വ എൻ.കെ. 1 വയസ്സും 8 മാസവും പ്രായത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ 100ഓളം ഫ്ലാഷ് കാർഡുകൾ വായിക്കുക, 20 ശരീരങ്ങൾ തിരിച്ചറിയുകയും പറയുകയും ചെയ്യുക, 20ഓളം കുടുംബങ്ങളെ ഫോട്ടോ കണ്ട് തിരിച്ചറിയുകയും ആളുകളുടെ ശബ്ദം, വെഹിക്കിൾ സൗണ്ട്, ആനിമൽ സൗണ്ട്, ഫോൺ റിംഗിങ് ട്യൂൺ ഇവയുടെ ശബ്ദങ്ങൾ തിരിച്ചറിയുക എന്നിങ്ങനെയുള്ള കഴിവുകൾ തെളിയിച്ചതുകൊണ്ടാണ് ഹവ്വയ്ക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. 1 വയസ്സിന് മുന്നേ തന്നെ വസ്തുക്കൾ തിരിച്ചറിയാനും 1 വയസ്സായപ്പോൾ അവയുടെ പേരുകൾ പറയാനും ഹവ്വ തുടങ്ങി. അന്ന് ഞങ്ങൾക്ക് റെക്കോർഡുകളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഒരിക്കൽ കാണിച്ചു കൊടുത്താൽ പോലും അത് ഓർത്തു വെക്കാനുള്ള കഴിവ് അവൾക്കുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം വൈഫ് അവളുടെ കഴിവുകളെ മനസ്സിലാക്കി അത് മെച്ചപ്പെടുത്തി കൊണ്ടുവന്നു. ഒന്നാമത് അവളൊരു തിബിയാൻ ടീച്ചർ ആയതുകൊണ്ട് കുട്ടികൾക്ക് അറ്റൻഷൻ, ഡിസിപ്ലിൻ നല്ല ശീലങ്ങളിലൂടെ കൊണ്ടുവരാനും ഫോൺ സ്ക്രീനിന് മുന്നിൽ അഡിക്റ്റ് ആവാതെ നിലനിർത്താൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്സ്, ബുക്സ്, ആക്ടിവിറ്റീസ് എല്ലാം കൊടുത്ത് ഫോൺ സ്ക്രീനിലേക്ക് അടുപ്പിക്കാതെ കൊണ്ടുപോകുന്നു. ഫോണിന് മുന്നിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റാൻ വലിയ പ്രയാസമാണ്. കൊടുത്തില്ലെങ്കിൽ കുറുമ്പ്, വാശി, കരച്ചിൽ ഒരുപാട് പ്രശ്നമാണ്. അതൊക്കെ ഒഴിവാക്കാൻ അവൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി ബുക്ക്, ബോർഡ് ബുക്സ്, ടോയ്സുകൾ അങ്ങനെ പലതരം ആക്ടിവിറ്റീസിലും അവളെ ഫോൺ ഒഴിവാക്കുകയും മറിച്ച് നമ്മളെ ചുറ്റുവട്ടം കാണിച്ചു കൊടുക്കുകയും അവളോട് സംസാരിച്ചിട്ടും അവളെ മൈൻഡ് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നു. 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഹവ്വയെ വ്യത്യസ്തമായ രീതിയിൽ വളർത്തണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരുന്നു. അതാണ് ഈ നേട്ടത്തിന് വലിയ രീതിയിൽ കരുത്തായി മാറിയത്. ഹവ്വയും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു. ഒരു ചിത്രം കാണിച്ച് കൊടുത്താൽ മാസങ്ങൾ കഴിഞ്ഞ് ചോദിക്കുമ്പോൾ പോലും അവൾ അത് പറഞ്ഞു തരും. ആരെങ്കിലും സമ്മാനം കൊടുത്താൽ മാസങ്ങൾക്ക് ശേഷം ആ സമ്മാനം കാണുമ്പോൾ കൊടുത്ത ആളുടെ പേര് വരെ അവൾ ഓർത്തു വെക്കും. ഹവ്വയുടെ മെമ്മറി പവർ മാഷാ അല്ലാഹ് പറയാതിരിക്കാൻ വയ്യ. 50ഓളം ഫ്ലാഷ് കാർഡ് വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു റെക്കോർഡ് വാങ്ങിക്കൊടുക്കണമെന്ന് മനസ്സിൽ തോന്നി. ദിവസങ്ങൾക്കകം 100ഓളം ഫ്ലാഷ് കാർഡ് വായിച്ചപ്പോഴാണ് ഞങ്ങൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അപേക്ഷ നൽകിയത്. കാരണം ഹവ്വ വലുതാവുമ്പോൾ ഈ റെക്കോർഡും ഈ വീഡിയോയും കണ്ടിട്ട് അവൾക്ക് മനസ്സിലാകുമല്ലോ, എൻ്റെ പേരൻസ് എൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് എനിക്ക് 1.5 വയസ്സിൽ തന്നെ എന്നെ ഇന്ത്യ അച്ചീവറാക്കി മാറ്റിയെന്ന്. ഞങ്ങൾ അവൾക്ക് വേണ്ടി നേടിക്കൊടുത്തത് അവളുടെ മക്കളുള്ള കാലവും ഈ വീഡിയോ യൂട്യൂബിൽ നിൽക്കുമല്ലോ. അതിലൂടെ അവൾക്ക് മനസ്സിലാവും അവളുടെ കാര്യത്തിൽ പാരൻസായ ഞങ്ങൾക്ക് എത്രത്തോളം കെയറിങ് ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ശ്രമം നടത്തിയത്. അതുപോലെ ഇത്തരം കഴിവുകളുള്ള മക്കളെ മാതാപിതാക്കൾ മനസ്സിലാക്കി അവരെ ഉഷാറാക്കി ഒരു റെക്കോർഡ് അച്ചീവറാക്കി മാറ്റണം. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടിങ്ങും ഉണ്ടാവണമെന്ന് വിനീതമായി അറിയിക്കുന്നു. ഇതെന്താ? മക്ക. മാഷാ അല്ലാ. ഇതോ? മദീന. മാഷാ അല്ലാ. ഇതെന്താ? ലൈറ്റ്. ഇതോ? ക്ലോക്ക്. ഇതോ? ടങ്ക്. മാഷാ അല്ലാ. ഇതോ? ഗോട്ട്. ഇതെന്താ? ചോച്ച്. നേരത്തെ ഒന്നില്ലേ? ഇതോ? ഇത് എന്നെ. ഇതെന്താ? പാന്റ്. ഇതെന്താ? യമോ. ഇതോ? ട്രക്ക്. ഇതെന്താ? ഇത് ജമ്പിങ്. ഇത് ബാത്തിങ്. ഇതെന്താ? ട്രക്ക്. ഇതെന്താ? ഓട്ടർഷ. ഇതെന്താ? ഇതെന്താ? ഡോഗ്. ഇതെന്താണ്? ഗോട്ട്. ഇതെന്താ? കാറ്റ്. ഇതാരാണ്?
നൂനു കാക്ക. ഇതോ ഉവ്വ. ഇതോ ലുലുത്ത. ഇതോ അങ്കിള്. ഇതോ ഇതോ ഇത് ഇത് ഇതാരാ? ഇതാരാ? ആരാ? അങ്കിള്. ഇതോ ഇതാരാ? ആരാത്? ഇതാരാ? ഇതാരാ? നീ ഫുട്ടിലിട്ട ഫുട്ട് ആ അതെ നീ ഇട്ടിട്ട് നീ ഇട്ടിട്ട് നീ ആ മാഷാ അല്ലാഹ്. നീ സ്റ്റൊമക്ക് ഇട്ടിട്ട നോസ് ഇട്ടിട്ട് നോസ് നീ ഷോൾഡർ ഇട്ടിട്ട ഷോൾഡർ ഹെഡ് ആ ഹെഡ് എയറോടെ എയർ